ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറാണ്. മലയാളത്തിലെ കേരള പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമത്തേതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു യാത്രാ വിവരണമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാടിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ വരവേറ്റു. പക്ഷികളുടെ പാട്ട് എതിരേറ്റു. കണ്ണിൽ നിറയെ കാനന പച്ച. ഒരു യാത്രാ വിവരണത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: നിങ്ങൾ ആസ്വദിച്ച യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കാനാണ്. അതായത് നിങ്ങൾ ചെയ്ത യാത്രയുടെ ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മളുടെ അനുഭവങ്ങളോ യാത്ര ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും അഭിനന്ദിച്ച് എഴുതാനുള്ള ഒരു കത്ത് എഴുതാനോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. യാത്രാ വിവരണം: പുലർച്ചെ ഞങ്ങൾ പുഴതീരത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ വെള്ളത്തിൽ പ്രതിഫലിച്ച് സുവർണരശ്മിയായി തിളങ്ങി. പുഴയുടെ കരയിലൂടെ നടന്നപ്പോഴെല്ലാം ചിരപുതവായ മണലിൽ നമ്മുടെ കാൽ മുങ്ങിപ്പോയി. അതോടെ നേരത്തെ നോക്കാത്ത സന്തോഷം തോന്നി. പുഴക്കരയിൽ ചില മത്സ്യക്കൂട്ടങ്ങൾ നീന്തിപ്പോകുന്നതും തൂവലുകൾ വെള്ളത്തിനപ്പുറം പറന്നുയരുന്നതും കണ്ടു. അവിടെയുള്ള കായലുകൾ, പാറകളും ചെറുകല്ലുകളും അടങ്ങിയ കാഴ്ചകൾ കൊണ്ട് ഞങ്ങളെ ആകർഷിച്ചു. ഒരു ചെറിയ വള്ളത്തിൽ ഇരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദവും കാറ്റിൻ്റെ സംഗീതവും ചേർന്ന് മനസ്സിനൊരു ശാന്തി നൽകി. പടിയിറങ്ങിയ കുറേ മല കയറുമ്പോൾ താഴേക്ക് കാണുന്ന ദൃശ്യം മനോഹരമായിരുന്നു. പച്ചപ്പുള്ള കാടുകളും നിറമുള്ള പൂക്കളും പിന്നിൽ പുഴയുടെ നീല തീരങ്ങളും ഒന്നായി കണ്ണിൻ്റെ മുന്നിൽ തെളിഞ്ഞു. യാത്രയിൽ ചിലപ്പോൾ കൂട്ടുകാരോടും അധ്യാപകനോടും ആസ്വാദന സംഭാഷണം നടന്നത് കൂടുതൽ സന്തോഷം കൂട്ടി. സന്ധ്യാകാലം പുഴക്കരയിൽ എത്തിയപ്പോൾ സൂര്യൻ കുറുകിക്കിടക്കുന്ന ദിശയിൽ മറയോട് ചേർന്ന് ആകാശം ഓറഞ്ച് നിറത്തിൽ തിളങ്ങി. ആ സൗന്ദര്യത്തിൻ്റെ കാഴ്ചയിൽ ഞങ്ങൾ നിലച്ചു നിന്ന് കുറേ നേരം നോക്കി. പ്രകൃതിയുടെ സമ്പത്ത് അനുഭവിക്കാനുള്ള ആ യാത്ര ഒപ്പം ഒരു മനസ്സിൽ തീർക്കാനാവാത്ത ഓർമ്മയായി മാറി. ഇനി അടുത്തൊരു പത്രക്കെട്ടാണ്, അത് നമുക്ക് നോക്കാം. അതിജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം നേടിയ വ്യക്തി അരുണിമ. അരുണിമ സിൻഹ ഇന്ത്യയിലെ അതിജീവനത്തിൻ്റെ ശക്തമായ പ്രതീകമാണ്. മുൻ ദേശീയ വോളിബോൾ താരമായിരുന്ന അവർ ഒരു ട്രെയിൻ ആക്രമണത്തിൽ നിന്ന് താഴേക്ക് തള്ളപ്പെടുകയും ഗുരുതരമായി പരിക്കേറ്റ് ഒരു കാൽ നഷ്ടപ്പെടുകയും ചെയ്തു. ജീവിതം തന്നെ അവസാനിച്ചതെന്ന തോന്നലുണ്ടായിരുന്ന നിമിഷങ്ങളിൽ നിന്നും അവൾ എഴുന്നേറ്റ് വന്നത് അത്ഭുതകരമായ ധൈര്യത്തോടെയാണ്. കൃത്രിമ കാലുമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അരുണിമ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് കയറാൻ തീരുമാനിച്ചു. അത്യന്തം കഠിനമായ പരിശീലനത്തിലൂടെ അവൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. കൃത്രിമ കാലോടെ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിതയായി അരുണിമ ചരിത്രം കുറിച്ചു. സ്വന്തം ദുരന്തത്തെ വിജയകഥമാക്കി മാറ്റിയ അവൾ ഇന്ന് സമൂഹത്തിന് പ്രചോദനമാണ്. ശാരീരിക പരിമിതികൾ മനുഷ്യൻ്റെ കഴിവുകൾക്ക് തടസ്സമല്ലെന്നും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കാമെന്നും അരുണിമ തെളിയിച്ചു. അരുണിമ സിൻഹയെക്കുറിച്ച് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. അരുണിമ സിൻഹയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക. അപ്പോൾ ഇമെയിൽ സന്ദേശം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്രം ടൂവും ജിമെയിൽ അഡ്രസ്സ് എഴുതണം. വിഷയം: താങ്കളുടെ അതുല്യമായ നേട്ടത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട അരുണിമ സിൻഹ മാഡം, ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ താങ്കളുടെ വിജയം ഞങ്ങൾക്കൊക്കെയും അഭിമാനവും പ്രചോദനവുമാണ്. ശാരീരിക പരിമിതികളെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും കൊണ്ട് മറികടന്ന് താങ്കളുടെ ജീവിതയാത്ര മനുഷ്യൻ്റെ മനസ്സിലെ അശേഷ ശക്തിയെ തെളിയിക്കുന്നു. താങ്കളുടെ നേട്ടം അനേകം ആളുകൾക്ക് പ്രതീക്ഷയും ധൈര്യവും നൽകുന്നു. സ്വന്തം പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കഴിയുമെന്ന സന്ദേശമാണ് താങ്കൾ സമൂഹത്തിന് നൽകുന്നത്. ഈ മഹത്തായ നേട്ടത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഭാവിയിലെ എല്ലാ ശ്രമങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. ആദരപൂർവ്വം, പോൾ. ഇനി നമുക്ക് അടുത്തത് ക്രിസ്ത്യൻ ബ്രൗണിനെ അഭിനന്ദിച്ചിട്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഫ്രം ടൂവും ഇമെയിൽ അഡ്രസ്സ് എഴുതണം. പ്രിയപ്പെട്ട ക്രിസ്ത്യൻ ബ്രൗൺ, ആദരപൂർവമായ അഭിവാദ്യങ്ങൾ. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് കലയിലൂടെ ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന താങ്കളുടെ ജീവിതയാത്ര അത്യന്തം പ്രയോജനകരമാണ്. ഇടത് കാൽവിരലുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച ചിത്രങ്ങൾ മനുഷ്യൻ്റെ ആത്മശക്തിയുടെ തെളിവാണ്. താങ്കളുടെ വിജയം ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ ശക്തി തന്നെയാണെന്ന് തെളിയിക്കുന്നു. നിരവധി പേർക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്ന ഈ നേട്ടത്തെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആദരപൂർവ്വം നമ്മൾ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. മീനോളം എന്ന നാടകം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പരിപാടിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ നാടകാവതരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് കൊടുക്കുക. പിന്നെ ഇതൊരു ബോക്സ് തന്നെ എഴുതണം. ഓക്കെ, ബോക്സിൽ എഴുതണം.
ഓക്കെ. മാന്യരെ, വിദ്യാരംഗ സാഹിത്യ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മേതിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷിക ദിനമായ ഫെബ്രുവരി 6-ാം തീയതി ജയപ്രകാശ് കുളൂരിന്റെ മീനോളം എന്ന നാടകം അവതരിപ്പിക്കുന്നു. വൈകുന്നേരം 4 മണിക്കാണ് നാടകാവതരണം. കുട്ടികൾ തന്നെയാണ് കഥാപാത്രങ്ങളായി രംഗത്ത് വരുന്നത്. കലാധ്യാപകനായ മഹേഷ് മേലൂരിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ തന്നെയാണ് രംഗസംവിധാനവും പശ്ചാത്തല സംഗീതമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നാടകം കാണാനും കൊച്ചു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും ഏവരെയും ക്ഷണിക്കുന്നു. സെക്രട്ടറി സാഹിത്യ ക്ലബ്ബ്. അപ്പോൾ നാടകാവതരണത്തിൻ്റെ ഒരു നോട്ടീസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു ആസ്വാദന കുറിപ്പാണ്. ആസ്വാദന കുറിപ്പ് ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്ത് എന്ന കവിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എസ് ജോസഫിൻ്റെ ചിത്രശലഭങ്ങൾ എന്ന കവിത കലയുടെ സൃഷ്ടിപരമായ സ്വഭാവത്തെയും മനുഷ്യ ജീവിതത്തിലെ ബാല്യത്തിൻ്റെ സൗന്ദര്യത്തെയും ആഴത്തിൽ ആവിഷ്കരിക്കുന്നതാണ്. ചിത്രശലഭങ്ങളെ കവി അത്രേ ചിത്രങ്ങൾ കൈവശം വെച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരായി കാണുന്നത് കവിതയ്ക്ക് പുതുമയും വിസ്മയവും നൽകുന്നു. ഭൂമിയിൽ ചിത്രകല രൂപപ്പെടുന്നതിന് മുമ്പ് പോലും ചിത്രശലഭങ്ങൾ മനുഷ്യർക്ക് ചിത്രങ്ങൾ കൊണ്ടു നടന്ന് കാണിച്ചിരുന്നു എന്ന സങ്കല്പം കവിതയെ കൗതുകരമാക്കുന്നു. പുഴുക്കളിൽ നിന്ന് ചിത്രശലഭമായി മാറുന്ന അവയുടെ ജീവിതചക്രം മനുഷ്യ ജീവിതത്തോട് ചേർത്ത് കാട്ടുന്ന കവിതയുടെ ആശയം ഏറെ പ്രസക്തമാണ്. മനുഷ്യന്റെ ബാല്യകാല നിറങ്ങളും സ്വപ്നങ്ങളും ചിറകുകളും നിറഞ്ഞ ചിത്രശലഭങ്ങളെ പോലെയാണ്. എന്നാൽ വലുതാകുമ്പോൾ ആ ചിറകുകൾ കൊഴിയുകയും മനുഷ്യൻ വീണ്ടും പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു. ഈ ആശയം ജീവിതത്തിലെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖസൂചനയാണ്. വൈരൂപ്യവും സൗന്ദര്യവും ചേർത്ത് വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്ന ചിത്രശലഭങ്ങൾ കലയുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. ലളിതമായ ഭാഷയിലും ശക്തമായ ദൃശ്യങ്ങളിലൂടെയും മനുഷ്യ ജീവിതത്തിലെ കലാപരമായ വിസ്മയവും നഷ്ടബോധവും ഒരുപോലെ അവതരിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ കവിതയാണ് ചിത്രശലഭങ്ങൾ. അപ്പം ചിത്രശലഭങ്ങൾ ആരെഴുതിയതെന്ന് ഓർമ്മയുണ്ടല്ലോ, എസ് ജോസഫാണ്. അത് കലയുടെ സൃഷ്ടിപരമായ സ്വഭാവത്തെയും മനുഷ്യ ജീവിതത്തിൽ ബാല്യത്തിൻ്റെ സൗന്ദര്യത്തെയും ആഴത്തിൽ ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ്. പുഴുക്കളിൽ നിന്നാണ് ചിത്രശലഭങ്ങളായി മാറുന്നത്. അപ്പോൾ ആ ജീവിതചക്രം മനുഷ്യനോ ജീവിതത്തോടും ചേർത്ത് കാട്ടുന്നുണ്ട്. മനുഷ്യൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് നിറങ്ങളും സ്വപ്നങ്ങളും ചിറകുകളും നിറഞ്ഞ ചിത്രശലഭങ്ങളെ പോലെയാണ്. എന്നാൽ വലുതാവുമ്പോൾ ചിത്രശലഭങ്ങൾക്ക് ചിറകുകൾ കൊഴിയുന്നത് പോലെ മനുഷ്യൻ വീണ്ടും പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നു എന്നാണ്. അതായത് ജീവിതത്തിലെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ ദുഃഖസൂചനയാണ്. ഇനി നമുക്കൊരു ഉപന്യാസം തയ്യാറാക്കിയാലോ. ഉപന്യാസത്തിൻ്റെ വിഷയം അതിജീവനം കലകളിലൂടെ. ഓക്കെ. കാൽവിരലിൽ വിരിയും ആ കലകൾ, ആ ഒരു ചാപ്റ്ററെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഉപന്യാസമാണ്. മനുഷ്യ ജീവിതത്തെ അതിജീവനം എന്നത് ശാരീരിക ശക്തിയിലൂടെ മാത്രമല്ല ആത്മീയ ശക്തിയിലൂടെ ആണ് സാധ്യമാക്കുന്നത്. കല അതിജീവനത്തിൻ്റെ ശക്തമായ ആയുധമാണ്. ശാരീരികമായ മാനസികമായ പരിമിതി ഉള്ളവർക്ക് കല ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്നു. ക്രിസ്ത്യൻ പാം പോലെയുള്ള വ്യക്തികൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ശരീരചലനങ്ങൾ തളർന്നിട്ടും അദ്ദേഹം കലയെ ആയുധമാക്കി ജീവിതത്തെ വിജയിച്ചു. കല മനുഷ്യന്റെ വേദനകളെ സൃഷ്ടിയായി മാറ്റുന്നു. സംഗീതം, ചിത്രകല, സാഹിത്യം എന്നിവ മനുഷ്യനെ പ്രതീക്ഷയിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നയിക്കുന്നു. അതിനാൽ കലകൾ മനുഷ്യന്റെ അതിജീവനത്തിന് ശക്തി പകരുന്ന മഹത്തായ മാർഗമാണ്. ഇനി അടുത്തത് ഒരു വിലയിരുത്തൽ കുറിപ്പാണ്. കവിതയിൽ ചിത്രശലഭങ്ങളെ പറന്നു നടക്കുന്ന ചിത്രകാരന്മാർ ആയി കവി അവതരിപ്പിക്കുന്നു. ഈ സങ്കല്പം മനുഷ്യന്റെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തോടും കലാസ്വഭാവത്തോടും എങ്ങനെ ബന്ധപ്പെടുന്നു? ഇന്നത്തെ മനുഷ്യ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആശയം വിലയിരുത്തുക. ചിത്രശലഭങ്ങൾ എന്ന കവിതയിൽ ചിത്രശലഭങ്ങളെ പറന്നു നടക്കുന്ന ചിത്രകാരന്മാരായി അവതരിപ്പിക്കുന്നതിലൂടെ കവി മനുഷ്യന്റെ സ്വാഭാവികമായ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തെ പ്രതിനിധീകരിക്കുന്നു. ചിത്രശലഭങ്ങൾ അവരുടെ ചിറകുകൾ നിറങ്ങളേന്തി സ്വതന്ത്രമായി പറന്നു നടക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സും സ്വതന്ത്രമായി ചിന്തിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ബാല്യകാലത്ത് മനുഷ്യൻ ചിത്രശലഭങ്ങളെ പോലെ സ്വപ്നങ്ങളാലും കലാപരമായ ആസ്വാദനങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. എന്നാൽ വളർച്ചയോടെ സമൂഹത്തിന്റെ നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും മനുഷ്യന്റെ ചിറകുകൾ മുറിച്ചു കളയുന്നു. കലയും സൃഷ്ടിപരതയും ജീവിതത്തെ പിന്നോട്ടു പോകുന്നു. ഇന്നത്തെ യാന്ത്രികവും മത്സരാധിഷ്ഠിതവുമായ ജീവിത രീതിയിൽ മനുഷ്യൻ കൂടുതൽ പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ചിത്രശലഭങ്ങളുടെ സങ്കല്പം മനുഷ്യനെ തൻ്റെ ഉള്ളിലെ കലാപരമായ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ഓർമ്മിപ്പിക്കുന്ന ശക്തമായ കവിതാ സന്ദേശമാണ്. അടുത്തത് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. മനുഷ്യർ വലുതാവുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു എന്ന വരി മനുഷ്യ ജീവിതത്തെക്കുറിച്ച് കവി നൽകുന്ന ദാർശനിക സന്ദേശം എന്താണ്? ആധുനിക സമൂഹത്തിലെ അനുഭവങ്ങളുമായി ഈ ആശയം ബന്ധപ്പെടുത്തി വിശദീകരിക്കുക.
മനുഷ്യർ വലുതാവുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു എന്ന വരി മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസത്തെ സൂചിപ്പിക്കുന്നു. ബാല്യകാലം മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സൃഷ്ടിപരവും സ്വതന്ത്രവുമായ കാലഘട്ടമാണ്. അന്ന് മനുഷ്യർ ചിറകുള്ള ചിത്രശലഭങ്ങളെ പോലെ സ്വപ്നങ്ങളുമായി പറക്കുന്നു. എന്നാൽ വളർച്ചയോടെ ഉത്തരവാദിത്തങ്ങളും സാമൂഹിക പ്രതീക്ഷകളും മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവ മനുഷ്യന്റെ കലാപരമായ സ്വഭാവത്തെ മങ്ങിച്ചമയ്ക്കുന്നു. സൃഷ്ടിപരമായ ചിന്തകൾക്ക് പകരം ജീവിക്കാനുള്ള പോരാട്ടമാണ് മുൻഗണന നേടുന്നത്. ഇതോടെ മനുഷ്യർ തൻ്റെ സ്വപ്നങ്ങളും കലാസ്വഭാവവും മറന്ന് പുഴുവിനെ പോലെ ഇഴഞ്ഞു നടങ്ങുന്നു. ഈ വരികളിലൂടെ കവി മനുഷ്യന് മുന്നറിയിപ്പ് നൽകുന്നു. സ്വന്തം ചിറകുകൾ നഷ്ടപ്പെടാതിരിക്കാനും കലയും സൗന്ദര്യബോധവും ജീവിതത്തിൽ സംരക്ഷിക്കാനും.